ഹായ് ഫ്രണ്ട്സ്, ഇന്നെൻ്റെ കൺസൾട്ടേഷൻ ഷൊർണൂർ കഴിഞ്ഞ് കുലിക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ ഞാനിവിടെ നിന്ന് കണ്ണൂർ എക്സ്പ്രസ്സിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒരു ഇച്ചിരി നേരത്തിനുള്ളിൽ ഇവിടെ എത്തും. സോ ഇപ്പോൾ ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ പ്രോപ്പർ വീഡിയോ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഇടാം. ഓക്കെ, കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് എത്തി. ഞാൻ ഇതിൻ്റെ റിസർവേഷൻ ചെയ്യാറ് IRCTC ഓൺലൈൻ ബുക്കിംഗ് വഴിയാണ്. കുറേ പേര് കൺഫേംഡ് ആപ്പും യൂസ് ചെയ്യാറുണ്ട്. ട്രെയിനിൽ എല്ലാവരും അവരവരുടെ ജോലികളിൽ പോകാനുള്ളതായിട്ടും പിന്നെ എല്ലാവരും അവരവരുടെ പ്ലാനിങ്ങും കാര്യങ്ങളായിട്ട് തിരക്കിലാണ്. അങ്ങനെ ഉത്രാളിക്കാവ് ടെമ്പിൾ എത്തിയിരിക്കുകയാണ്. ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു ടെമ്പിളാണ്. പ്രത്യേകിച്ച് ഉത്സവം നടക്കുന്ന സമയത്ത് ഭയങ്കര ഭംഗിയാണ് നമുക്ക് ട്രെയിനിൽ കൂടി പോകുമ്പോൾ കാണാനായിട്ട്. പണ്ടൊരു ഡ്രോൺ ക്യാപ്ചേർഡ് വീഡിയോ ഉണ്ട്, അതായത് ഉത്രാളിക്കാവ് ടെമ്പിളിൽ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് പോകുന്ന ഒരു വീഡിയോ. അങ്ങനെ നമ്മൾ ഭാരതപ്പുഴ എത്തിയിരിക്കുകയാണ്. ഭാരതപ്പുഴ എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് മതിയാവില്ല. ഇതെത്തുമ്പോൾ എല്ലാ ആൾക്കാരും ഈ സൈഡിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ ഞാൻ കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ ഞാൻ ഷൊർണൂർ എത്തി. സോ ഞാനിപ്പോൾ ഇനി ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ റോഡ് വരെ പോകുന്ന സ്പെഷ്യൽ ട്രെയിനിൽ കയറാൻ പോയത്. ഭയങ്കര ഭംഗിയുള്ളൊരു യാത്രയാണ്, ഭയങ്കര സീനിക് റൂട്ടിൽ കൂടി പോകുന്ന യാത്രയാണ്. എൻ്റെ സ്റ്റേഷൻ 3ാമത്തെ സ്റ്റേഷനാണ്, കുലിക്കല്ലൂർ എന്ന് പറയും. അവിടെയാണ് എൻ്റെ സ്റ്റേഷൻ. നിലമ്പൂർ സ്പെഷ്യൽ ട്രെയിൻ എത്തിയിട്ടുണ്ട്. സോ ഇത് 8:15 ആകുമ്പോൾ എത്തും, പക്ഷേ ഇത് 9 മണിക്കേ ഇവിടെ നിന്ന് എടുക്കുകയുള്ളൂ. ഞാൻ അൺറിസർവേഷൻ ടിക്കറ്റ് എടുക്കാറ് UTS ആപ്പ് വഴിയാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് 3 hours ജേർണി ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ആ ടിക്കറ്റ് ഇൻവാലിഡായി പോകും. ഇങ്ങനെ നമ്മൾ ഓൺലൈൻ ആപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെറുതെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിൽ ക്യൂ നിന്ന് വെറുതെ ടയർഡാവേണ്ട. ഈ ട്രെയിൻ നിലമ്പൂരിൽ നിന്നാണ് ഷൊർണൂർക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ ജോലിക്ക് വരുന്ന ആൾക്കാരൊക്കെ ഷൊർണൂർ ഇറങ്ങും. കൂടുതലും ജോലിക്ക് വരുന്ന ആൾക്കാരും സ്റ്റുഡൻസുമാണ് ഈ ട്രെയിനിൽ ഉണ്ടാവാറ്. സോ 9 o'clock ആകുമ്പോൾ ഈ വണ്ടി തിരിച്ച് നിലമ്പൂർക്ക് പോകും. സാധാരണ കേസിൽ ഈ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 2 വരാറ്. ഞാൻ ഈ ട്രെയിനിൽ 5-6 വർഷമായിട്ടുണ്ട് ഞാൻ ഈ ട്രെയിനിൽ വരാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ തൃശ്ശൂരിൽ നിന്ന് കണ്ണൂർ ഇൻ്റർസിറ്റിക്ക് കയറും. അത് ഇവിടെ ഏകദേശം ഒരു 8:15 ആകുമ്പോൾ എത്തും. മീൻസ് 8:15 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രെയിൻ അപ്പം തന്നെ വരും. വന്നു കഴിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങോട്ട് വരും. ഈ ട്രെയിൻ ഇവിടെ നിന്ന് 9 o'clock എടുക്കുള്ളൂ. അതായത് ട്രെയിനിൻ്റെ എൻജിൻ ഈ സൈഡിലായിരിക്കും. അത് അവിടെ നിന്ന് എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഷണ്ട് ചെയ്യും. അപ്പോൾ അത്രയും ടൈമുണ്ട്. അപ്പോൾ 9 മണിക്ക് വണ്ടി എടുക്കുള്ളൂ. പിന്നെ ഈ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൊർണൂർ തൊട്ട് നിലമ്പൂർ വരെയുള്ള റൂട്ട് ഭയങ്കര രസമുള്ള റൂട്ടാണ്. ഞാൻ 3ാമത്തെ സ്റ്റേഷൻ, അതായത് കുലിക്കല്ലൂർ, അവിടെയാണ് ഞാൻ ഇറങ്ങുക. അവിടെയാണ് എൻ്റെ കൺസൾട്ടേഷൻ. സോ നമുക്ക് നോക്കാം. ഞാൻ എല്ലാ വ്യൂസും എല്ലാ സീനിക് ബ്യൂട്ടിയും ഞാൻ മാക്സിമം കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. ട്രെയിനിൻ്റെ ഷണ്ടിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതേ എടുക്കാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും ലാസ്റ്റ് ബോഗിലാണ് കയറിയിരിക്കുന്നത്. ട്രെയിൻ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ ഓവർ ബ്രിഡ്ജ് പണിത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വലുപ്പത്തിലാണ് പണിതിരിക്കുന്നത്, നല്ല ഭംഗിയുമാണ്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം മുഴുവൻ ഷൊർണൂർ തന്നെ കാണാൻ പറ്റും. ഞാൻ വൈകുന്നേരം അതിൻ്റെ മുകളിൽ കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ.
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ വാടാനക്കുറിശി എത്താറായിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. ഇത് കണ്ടോ, ഇതാണ് വാടാനക്കുറിശി ഓവർ ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇവിടെയാണ് വാടാനക്കുറിശിയുടെ ഓവർ ബ്രിഡ്ജിൻ്റെ പണി. വൺസ് ഈ വാടാനക്കുറിശി ഓവർ ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ഈ ഗേറ്റിൽ നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇതിൻ്റെ മേലെ കൂടെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കും. സോ ഇതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക്. ഈ ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ എല്ലാവർക്കും കാറിൽ ഡയറക്റ്റ് വിട്ടടിച്ച് പോകാൻ സാധിക്കും. അങ്ങനെ നമ്മൾ വാടാനക്കുറിശി, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. അങ്ങനെ ഫസ്റ്റ് സ്റ്റേഷനായി വാടാനക്കുറിശി എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വല്ലപ്പുഴ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷൻ അത്യാവശ്യം ബിസി സ്റ്റേഷൻ തന്നെയാണ്. കുറേ പേര് ഇറങ്ങാനുമുണ്ട്, കുറേ പേര് കയറാനുമുണ്ട്. അങ്ങനെ എൻ്റെ സ്റ്റേഷൻ പുൽക്കല്ലൂർ എത്താറായിട്ടുണ്ട്. ഈ സ്റ്റേഷനിൽ ഞാൻ ഇറക്കും. ഇവിടെയാണ് എൻ്റെ കൺസൾട്ടേഷൻ ഉള്ളത്. ഈ സ്റ്റേഷൻ ഒരു സ്പെഷ്യൽ ടൈപ്പ് സ്റ്റേഷനാണ്. ഇതിൽ നമ്മൾ നോർമൽ എക്സിറ്റിൽ കൂടി എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഒരു സ്ട്രീറ്റിലേക്കാണ് എൻട്രി ചെയ്യുക. അവിടെ കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ ചുറ്റേണ്ടി വരും. അപ്പോൾ ആൾക്കാരെന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയിലിൽ കൂടി നടന്ന് ആ ഗേറ്റ് വരെ നടക്കും. റെയിലിൽ കൂടി
ഇങ്ങനെ നടന്ന് ഗേറ്റ് വരെ നടക്കും. ഞാൻ നടക്കണില്ല, കാരണം ഞാൻ ഇതിൽ കൂടി ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ട് ഈ വഴി കൂടി ഒരു ചെറിയ വഴിയുണ്ട്, ആ വഴി കൂടി ഷോർട്ട് കട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് താഴെ എത്താൻ പറ്റും. അവിടെ ഡോക്ടർ എന്നെ വന്ന് പിക്കപ്പ് ചെയ്തോളും. ഓക്കെ, സോ അങ്ങനെ ഈവനിങ്ങിൽ ഞാൻ ഇവിടുത്തെ ടിക്കറ്റിംഗ് സിസ്റ്റമൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ക്ലോസ് ആക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഈവനിങ്ങിൽ ഞാൻ ഇവിടുത്തെ ടിക്കറ്റിംഗ് സിസ്റ്റമൊക്കെ കാണിച്ചു തരാം ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത്. സോ ഓക്കെ, സോ ഞാനിപ്പോൾ ക്ലിനിക്കിലോട്ട് പോവുകയാണ്. അവിടെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കേസസ് ഉണ്ട്. കുലിക്കലൂർ സ്റ്റേഷൻ ഭയങ്കര ഭംഗിയുള്ള സ്റ്റേഷനായിരുന്നു. ഇപ്പോൾ ഇലക്ട്രിക് ലൈൻ ആക്കുന്നത് കൊണ്ട് മരങ്ങളൊക്കെ കുറേയൊക്കെ മുറിച്ചു. ഇതുപോലെയായിരുന്നു, ഞാനൊരു പിക്ക് ഇടാം അതിലേക്ക്. ഇതുപോലെയായിരുന്നു ഇത്. ഇവിടെ ഇലക്ട്രിക് ലൈനിന് മുന്നേ ഇതുപോലെയായിരുന്നു. ഇലക്ട്രിക് ലൈനിലാണെങ്കിലും ഇപ്പോൾ പണി നടക്കുന്നതേ ഉള്ളൂ. സോ ഇലക്ട്രിക് ലൈനിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ. സോ ഇപ്പോഴും പഴയ ലോക്കോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ലൈനിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ. സോ ഇപ്പോഴും പഴയ ലോക്കോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കുലിക്കലൂരുള്ള ക്ലിനിക്ക് എത്തിയിരിക്കുകയാണ്. സോ അങ്ങനെ എൻ്റെ കേസുകളെല്ലാം എനിക്ക് നന്നായി തന്നെ ചെയ്യാൻ സാധിച്ചു. എല്ലാ കേസുകളിലും എനിക്ക് സാറ്റിസ്ഫാക്ടറിലി എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഞാൻ അങ്ങനെ തിരിച്ചു പോകാനായിട്ട് കുലിക്കല്ലൂർ സ്റ്റേഷനിൽ ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാനിപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറും വെയിറ്റിംഗ് ഏരിയയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറും വെയിറ്റിംഗ് ഏരിയയും ഭയങ്കര ഭംഗിയാണ്. എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് ഇതുമായിട്ട്. കാരണം ഞാൻ 5-6 വർഷമായിട്ട് ഇവിടെ തന്നെയായിരുന്നു വെയിറ്റിംഗ് ട്രെയിനിന് വേണ്ടിയിട്ട്. സോ ഭയങ്കര രസമാണ് എനിക്ക്. ഞാനൊരു മാസത്തിൽ 2 പ്രാവശ്യമാണ് കുലിക്കലൂർ കൺസൾട്ടേഷന് വരിക. അപ്പോൾ അങ്ങനെ 5 വർഷം എന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസം ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് ഓൾറെഡി പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടിക്കറ്റ്സാണ്. അതിൽ ഡേറ്റും മാത്രം സ്റ്റാമ്പ് ചെയ്തിട്ട് നമുക്ക് തരും. ഷൊർണൂർ പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷൊർണൂർ സ്റ്റേഷനിൽ ഓവർ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ. ഞാൻ ആക്ച്വലി മോർണിംഗിൽ ഒരു ഇച്ചിരി ഓവർ എക്സൈറ്റഡ് ആയതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതാണ്. മുഴുവൻ ഷൊർണൂരൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നല്ല വീതിയിലാണ് ബ്രിഡ്ജ് ഉള്ളത്. എനിക്കങ്ങനെ പെട്ടെന്ന് പുതിയ സാധനം കാണുമ്പോൾ ഒരു ഓവർ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ കൺസൾട്ടേഷൻ എല്ലാം കഴിഞ്ഞിട്ട് എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിന് ഞാൻ തിരിച്ച് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഞാൻ ഭാരതപ്പുഴ കാണുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ. സോ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്നെപ്പോലെ തന്നെ ഈ റൂട്ടിൽ കൺസൾട്ടേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് കാറൊക്കെ എടുത്ത് ചുറ്റിക്കറങ്ങി പോവാതെ ഇതൊരു നല്ല റൂട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഈ റൂട്ടിൽ കൂടെയുള്ള ട്രാവൽ. Chai, 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 chai.